അല്ല ഇത് പുതിയ കുട്ടിയല്ലേ, ഇത് പഴയ കുട്ടി. ഏത്? സുജിത്ത്. സുജിത്ത്. ഓ, പഴയ നിക്കറ് പുള്ളി. കൂടുതൽ ചിരിക്കണ്ട. സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ ദോസ് ഹു നെവർ സക്സീഡ്. ദൈവമേ, ഇത് കടിച്ചാലും വലുതാണല്ലോ ആണല്ലോ. പരാജിതനാണ് വിജയത്തിന്റെ മധുരം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. വിശ്വപ്രസിദ്ധ സാഹിത്യകാരി എമിലി ഡിക്കിൻസൺ എഴുതിയ വരികളാണ്. ഇവിടുന്ന് ഞാൻ പഠിച്ചു പോയ വരികൾ. കഴിഞ്ഞ 5 വർഷം മുമ്പ് ഇവിടുന്ന് പഠിച്ചിറങ്ങി പോയ വിദ്യാർത്ഥിയാണോ ഞാൻ? നിങ്ങൾ ഇവിടെ പഠിപ്പിച്ച തിയറികളൊന്നും എന്റെ നിത്യജീവിതത്തിൽ എനിക്ക് പ്രയോജനം ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇവിടെ എന്താ പഠിപ്പിക്കാത്ത? കണക്ക് പഠിപ്പിച്ചു, സയൻസ് പഠിപ്പിച്ചു, എന്തൊക്കെയാ പഠിപ്പിക്കാത്ത ഇവിടെ? പഠിപ്പിച്ചു നിങ്ങൾ സൈൻ തീറ്റ പഠിപ്പിച്ചു, കോസ് തീറ്റ പഠിപ്പിച്ചു. ഈ കോസ് തീറ്റ എന്നുകൊണ്ട് കോഴി തീറ്റ കമ്പനിയിലേക്ക് ചെന്നാൽ എനിക്ക് തീറ്റ കിട്ടുമോ? പിന്നെ നിങ്ങൾ കണക്ക് പഠിപ്പിച്ചു. a + b × a - b 2ab + b² a സമമല്ല 0. അതെ, ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം. ഈ ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം കൊണ്ട് സർക്കാർ ഓഫീസിലേക്ക് ഇന്റർവ്യൂവിന് പോയി എന്നെ അവര് ത്രിമാന രൂപത്തിന്റെ സാമാന്യ രൂപം കാണിച്ചു. അതൊക്കെ പോട്ടെ, ഹിന്ദി പഠിപ്പിച്ചു. മേ വെച്ചാൽ ഹും, തും വെച്ചാ ഹോ, ആപ്പ് വെച്ചാ ഇയെ. അന്ന് പൊള്ളാച്ചിയിൽ തമിഴ്നാട്ടിൽ കിടക്കണ എനിക്ക് എന്തിനാണ് സാറേ ഹിന്ദി? അല്ല, നീങ്ങളെ சொல்லுங்க தம்பி, எனக்கு எதுக்கு ஹிந்தி? எனக்கு தமிழ் சொல்லி கொடுக்கிறதுக்கு ഇവിടെ யாருமே இல்ல. തങ്കച്ചി നീയെ சொல்லிக்கூടെ, എതുക്ക് എനിക്ക് ഹിന്ദി? എന്റെ പൊന്നു സുഹൃത്തെ, ഇത് ഞങ്ങളുടെ കുഴപ്പമല്ല. പിന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് ഇവിടെ പറഞ്ഞു തരുന്ന കാര്യം പഠിപ്പിക്കാനേ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ കേട്ട അവസ്ഥ വെച്ചല്ലേ, എനിക്ക് ഇംഗ്ലീഷും സയൻസും ഹിന്ദിയും ഒക്കെ എല്ലാം ഏകദേശം അറിയാം. പിന്നെ എന്താ അറിയാൻ മേലാത്തെ? എനിക്ക് കണക്കറിയത്തില്ലെന്ന്. കണക്കറിയത്തില്ലേ? ഈ 5 വർഷം എനിക്ക് ഇവിടെ പഠിച്ചിട്ട് എനിക്ക് കണക്കറിയത്തില്ല. കാരണം അതിനുള്ള മാനഹാനി, ധനനഷ്ടം, ഇതിനെല്ലാം നിങ്ങൾ പരിഹാരം കണ്ടേ പറ്റൂ. ഞാൻ അതിന് കാശ് തരണം. നിങ്ങൾ കാശ് തരണം. അതായത് ഒരു 5 വർഷം ഞാൻ ഇവിടെ പഠിച്ചു. ഒരു മാസം 500 രൂപ വെച്ചിട്ട് 12 × 5 60. അതെ 60. അപ്പൊ 6 × 5 30. 30,000 രൂപ. 30,000 രൂപ ഞാൻ നിങ്ങൾക്ക് ഫീസായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ പോട്ടെ, നമ്മുടെ ഈ വെക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ 30,000 രൂപയിൽ നിന്ന് ഒരു 5,000 രൂപ മൈനസ് ചെയ്തേക്കാം. അപ്പൊ പോരായിട്ട് 25,000 രൂപ. ഈ 75,000 രൂപ നിങ്ങൾ എനിക്ക് തന്നിട്ടില്ലെങ്കിൽ ഞാൻ കോടതിയിൽ കേസിന് പോകും. കോടതിയിൽ കേസിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ 25 × 2 50,000 രൂപ നിങ്ങൾ എനിക്ക് തരേണ്ടി വരും. 50,000 രൂപയും തരാൻ നിങ്ങൾ വിമുഖത കാണിക്കുകയാണെങ്കിൽ കൊടി കെട്ടിയ വക്കീലിനെ കൊണ്ട് അങ്ങ് സുപ്രീം കോർട്ട് വരെ പോയി ഞാൻ ബാധിക്കും. അപ്പോ 50 × 2 1,00,000 രൂപ നിങ്ങൾ എനിക്ക് തരേണ്ടി വരും. തരേണ്ടി വരില്ല. എന്താ? നീ എന്താ പറഞ്ഞ? കണക്ക് പഠിച്ചില്ലെന്നല്ലേ? ഇത്ര നേരം നീ പഠിച്ചത് എന്തുവാ? ഇവിടെ ഇപ്പൊ കാണിച്ചത് എന്തുവാ? കണക്ക് കൂട്ടിയല്ലേ? കൂട്ടി കുടിച്ചു കുറച്ച് എല്ലാം പഠിച്ചല്ലോ. ഇനി നിനക്ക് എന്താ കാശ് തരാനുള്ളത്? ഒരു കാര്യം മറന്നുപോയല്ലോ, ലാസ്റ്റ് 2 മാസത്തെ കാശ് തന്നില്ലായിരുന്നു ഫീസ്. 2 മാസത്തെ 1000 രൂപ അടച്ചു വെക്കും. 2 മാസത്തെ കാശ് തന്നില്ല. 1000 രൂപ. ഓക്കെ, നമുക്കത് സോൾവ് ചെയ്യാം. അപ്പോ എനിക്ക് നിങ്ങൾ 1,00,000 രൂപ തരാനുണ്ട്. അപ്പോൾ ഈ ഫീസ് ഇനത്തിൽ ഞാൻ തരാനുള്ള 1000 രൂപയും കിഴിച്ചിട്ട് 99,000 രൂപ നിങ്ങൾ എപ്പോ തരും? ഈ 99,000 രൂപ 2 മാസത്തിനുള്ളിൽ എനിക്ക് തന്നില്ലെങ്കിൽ ആ 2 മാസത്തെ 3% പലിശയും കൂടി കൂട്ടി നിങ്ങൾ എനിക്ക് ആ കാശ് തരണം. അല്ല, ഈ 99,000-ന്റെ 3% പലിശ എന്ന് പറയുമ്പോഴേ ഇവിടെ കണക്ക് പഠിപ്പിച്ച മാഷാണ്. 99 3%. അത് നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നെ വീട്ടിലേക്ക് വിളിച്ചറിയിച്ചാൽ മതി കേട്ടോ. 99,000 രൂപയുടെ 3% പലിശ നിങ്ങൾ എനിക്ക് തരേണ്ടി വരും. 9 × 3/100. എനിക്ക് പറ്റത്തില്ല. എടാ, 5 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഞാൻ BEd എടുത്തത്. അപ്പൊ എനിക്കാണോ അഹങ്കാരം, നിനക്കാണോ? കാണിച്ചു തരാം സാറേ. എനിക്ക് നീ ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. എന്റെ പൊന്നു സാറ്, സാറി ഒറ്റ വാചകം അറിയത്തുള്ളൂ. എനിക്ക് ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. വേറെ ഒന്നും പറയാൻ അറിയത്തില്ല. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ചെല്ലുമ്പോ ആ നിബുദാസനെ ഇരട്ടപ്പേര് വിളിക്കുന്നു. സാറിനെ ഇരട്ടപ്പേര് വിളിച്ചാ? എന്താ സാറിന്റെ ഇരട്ടപ്പേര് എന്തുവാ? ഞാൻ തന്നെ പറഞ്ഞാലോ. വെള്ളത്തിൽ കൂടി ഇങ്ങനെ പോകുന്ന ഒരു ജീവില്ലേ? തവളയില്ല, തലയൊക്കെ ഇങ്ങനെ അകത്തേക്ക് വലിക്കുന്ന ഒരു ജീവിയില്ലേ? കരാമെന്ന് വിളിച്ചു സാറിനെ. സാറിനെ കരാമെന്ന് വിളിച്ചു. നിബുദാസ് ഇവിടെ വരൂ. നീ സാറിനെ ഇരട്ടപ്പേര് വിളിച്ചോ? ഞാൻ വിളിച്ചില്ല. നീ വിളിച്ചോ? സാറെന്നോടാ പറയുവാ. അവൻ വിളിച്ചു. നീ വന്നേ. നിന്നെ കണ്ടാലറിയാ നീ സാറുമാര് ഇരട്ടപ്പേര് വിളിക്കുന്നവനാണ്. എന്നോടാ സാറേ, ഇവ അങ്ങനെ എങ്ങനെയൊന്നും കരയൂല. ഓ, ഇവൻ കരയൂലേ? ഇവനെ ഞാൻ കരയിപ്പിക്കാൻ നോക്കട്ടെ. കരയുമോ? കണ്ട അവൻ എന്നെ ഈണത്തി കരയാമെന്ന് വിളിക്കണ കണ്ട. അയ്യോ, അത് കരയാമെന്ന് പറഞ്ഞതാ അവൻ. സാറേ, ഇവന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കാൻ ചെന്ന അധ്യാപകരെ യാതൊരു ബഹുമാനവും ഇല്ല. നിമിരാസ് ഇവിടെ വരൂ. നിനക്ക് അധ്യാപകരെ ബഹുമാനമില്ലേ? എന്റെ പൊന്നു സാറേ, അധ്യാപകരെ ഞാൻ ഭയഭക്തി ബഹുമാനത്തോടെ കാണുന്ന ഈ പോങ്ങന്നോടെ പറയുവാ.
എന്റെ ശമ്പളം എപ്പം തരും? എന്റെ ശമ്പളം എപ്പോൾ തരും? നിങ്ങൾ രണ്ടുപേരും കൊണ്ടുവന്നേ. ഞാൻ രണ്ടുപേരോട് ഒരു കാര്യം പറയാം. ഞാൻ അറിഞ്ഞുകൊണ്ട് തരാതിരിക്കുന്നതല്ല, ഇവിടുത്തെ ഒറ്റ പിള്ളേർ ഫീസ് തരുന്നില്ലെന്ന്. പിള്ളേർ ഫീസ് തരുന്നില്ലെങ്കിൽ അവരുടെ കുത്തിന് പിടിച്ച് സാറ് മേടിക്കണം. ഇത് കണ്ട, കഴിഞ്ഞ ആഴ്ച ഒരുത്തന്നെ കുത്തിന് പിടിച്ചതാ, അവൻ പേരയ്ക്ക് കുത്തേച്ച് പോയി. ഇവന്മാരോടൊക്കെ എങ്ങനെ മേടിക്കാനാ? ഇതൊന്നും എനിക്കറിയണ്ട, എനിക്ക് പൈസ കിട്ടണം. അപ്പൊ ശമ്പളം തരണം. ഫീസ് തരാനുള്ളവരല്ലെങ്കിൽ വന്നേ, ഇറങ്ങി വന്നേ എല്ലാരും. ഇന്ന് ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കും സാർ, ഇത് ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കും. നീയൊക്കെ എന്താ ഫീസ് തരാത്തെ? ഫീസ് തരാമെന്നോ? എന്നെ ഫീസ് തരാത്ത എന്താ? വീട്ടിൽ നിന്ന് തരണ്ടായോ? വീട്ടിൽ നിന്ന് തരുന്നില്ലെന്നോ? ഞാൻ നിന്റെ വീട്ടുകാരെ ഫോൺ വിളിച്ച് ചോദിച്ചു, എല്ലാ മാസവും ഫീസ് തരുന്നുണ്ട് എല്ലാത്തിനും, എന്നിട്ട് ഒരുത്തൻ ഇങ്ങോട്ട് വരുന്നില്ല. പിന്നെ നമുക്ക് ചെലവില്ലേ? ബൈക്കിന് പെട്രോൾ അടിക്കണ്ടേ? പിന്നെ വൈകുന്നേരം സിനിമ കാണാൻ പോട്ടെ, മൊബൈൽ റീചാർജ് ചെയ്യണ്ടേ, ശ്രുതിക്കുട്ടിക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുക്കണ്ടേ? അതല്ലേ അത്യാവശ്യം. അതാ അത്യാവശ്യം. അപ്പോഴേ സാറിന് ശമ്പളം വേണം, നിനക്കും വേണം, എനിക്ക് വേണം. ഇവന്മാര് ഫീസും തരത്തില്ല. ഞാനൊരു സന്തോഷകരമായ തീരുമാനം അങ്ങ് എടുക്കുക. നിങ്ങൾക്ക് എല്ലാവരും സന്തോഷകരമായ ഒരു തീരുമാനം. ഈ പ്രസ്ഥാനം ഞാൻ ഇന്നോടെ ഇവിടെ നിർത്തുക. ഈ പ്രസ്ഥാനം ഞാൻ ഇന്നോട് ഇവിടെ നിർത്തുകയാണ്. ഫീസ് നിനക്ക് ശ്രുതിക്കുട്ടി തരാതെ അടിക്കാൻ വന്നിട്ട് അവരെ ഇറക്കി വിട്ടു. എന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാൻ. സാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം. സപ്പോർട്ട് ഇവിടെ വേണ്ട, ഞാൻ ഒറ്റ കളിച്ചോളാം. ഇതേ ഒരു കാശ് കൊടുക്കണം, അതാണ് ഞാൻ കൊടുക്കാറുണ്ട്. കാശെല്ലാം അതാണ്. എന്താ പ്രശ്നം? ശരിക്കും എന്താ പ്രശ്നം? അതായത് പിള്ളേര് ഫീസ് കൊടുക്കുന്നില്ലെന്നും പറഞ്ഞ് സാറ് പിള്ളേരെ ഞങ്ങളെയൊക്കെ ആ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ഇതൊക്കെ നിസ്സാര കാര്യം, ഞാൻ സംസാരിച്ച് ശരിയാക്കാം. സാറേ ഇറങ്ങണം സാറേ. എന്താ പ്രശ്നം? അതെ, ഈ പിള്ളേര് ഫീസ് തരുന്നില്ല. അപ്പൊ നമുക്ക് ഈ സാറന്മാർക്ക് ഫീസ് കൊടുക്കാൻ പറ്റുന്നില്ല. വെളിയിലോട്ട് ഇറക്കി വിട്ടു. അല്ല, പൈസ കൊടുത്തില്ല, നമ്മൾ ഇറക്കി വിടണല്ലോ. പൈസ കൊടുത്തില്ല, ഇറക്കി വിടണം. അങ്ങോട്ട് ഇറങ്ങാൻ. അല്ല, സാറിന് എന്തിനാ ഇറക്കി വിട്ടേ? ആരാ മനസ്സിലായില്ല? ഞാൻ ഇവിടുത്തെ അധ്യാപകനാണോ? നീ ഇറങ്ങടാ. ഒറ്റ ഒരെണ്ണത്തിന് ഞാൻ ഇങ്ങോട്ട് കേട്ടത്തില്ല. ഞങ്ങൾ ഇവിടെ ഇറക്കി വിടാൻ താനാരാ? ഞാനോ? ഞാനാണ് ഈ കെട്ടിടത്തിന്റെ ഓണർ. 2 വർഷമായിട്ട് ഇങ്ങനെ ഇതിന്റെ വാടക തന്നിട്ടില്ല. അത് തന്നിട്ട് ഇനി ഇവിടെ പണിപ്പിച്ചാ മതി. താൻ അങ്ങനെ പറയണ്ട. താനെന്തോ കാണിച്ചെന്നറിയോ? ഇറക്കി വിട്ടത് ആരെയാന്നറിയോ? നാളത്തെ പൗരന്മാരെ ഇവര്. ഇവിടെ നാളത്തെ രാഷ്ട്രതന്ത്രം തിരിക്കേണ്ട വിദ്യാർത്ഥിയാ ഇവര്. കണ്ടോ, അവർ കൈയിടേണ്ട ഒരു അധ്യാപകനുള്ള ബഹുമാനം അത്. കണ്ടോ, നിങ്ങൾ പേടിക്കണ്ട. ഇങ്ങേരും നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. അത് കൊടുക്കുന്നതോറും ഏറിടും. തന്റെ ഈ കോൺക്രീറ്റ് കെട്ടിടം ഒന്നും വേണ്ട എനിക്ക് പഠിപ്പിക്കാൻ. അറിയാലോ, ഞാൻ ഒരു നല്ലൊരു അധ്യാപകനാണ്. ഞങ്ങൾ മരച്ചോട്ടിരുന്ന് പഠിപ്പിക്കും. പണ്ടും അങ്ങനെയൊക്കെ തന്നെ. നമ്മൾ ഈ മരച്ചോട്ടിരുന്ന് പഠിപ്പിക്കും. ഈ അധ്യാപനം പഠിക്കും. അതെന്റെ കടമയാ. നിങ്ങൾക്ക് അറിയാലോ. അതെ, മഹാനായ എബ്രഹാം ലിങ്കൺ പോലും തെരുവിളക്കിന്റെ ചോട്ടിലിരുന്ന് പഠിച്ച മഹാനായത്. അതാണ് വിദ്യാഭ്യാസത്തിന്റെ മഹത്വം. അറിയോ സാറിന്? പിന്നെ മഹാന്മാരുടെ ഒരു കാര്യം, മരച്ചോട്ടിലിരുന്നാ പഠിക്കുന്നെന്ന് കരുതി ഏതവനെങ്കിലും ഫീസ് തരാതിരുന്നാൽ നിന്നെയൊക്കെ ഇവിടുന്ന് ഞാൻ പുറത്താക്കും. കേട്ടോടാ? ടീം സ്ഫടികത്തിന്റെ സ്ഥാപനം സ്കിറ്റ് റൗണ്ട് ആണ് നമ്മൾ കണ്ടത്. ഒരു സ്ഥാപനം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു സ്കൂൾ തിരഞ്ഞെടുക്കാനായിട്ട് അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? പ്രത്യേകിച്ച് ഇപ്പോൾ ട്യൂട്ടോറിയൽ കോളേജിൽ വളരെ കുറവാണല്ലോ. അവിടെ ഞങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു സുഹൃത്തിൻ്റെ കുറച്ച് അനുഭവങ്ങളൊക്കെ അറിയാം. ട്യൂട്ടോറുകൾ കുട്ടികളെ കിട്ടാത്തതും ഇപ്പോൾ DPP ഒക്കെ വന്നപ്പോഴേ വളരെ ഒത്തിരി മാറ്റമുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തറിയാവുന്ന ഒരു സബ്ജക്റ്റിലേക്ക് നമ്മൾ ആ ഒരു വിഷയം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അഭിപ്രായങ്ങളിലേക്ക് കിടക്കാം. കൊച്ചു പ്രേമൻ ചേട്ടാ, നിങ്ങൾ നല്ല ആർട്ടിസ്റ്റുകളാണ്. ടൈമിങ് പ്രത്യേകിച്ച് ആ പിയോണിൻ്റെ വേഷം എടുത്ത ആൾ വളരെ ടൈമിങ്ങിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ആരും മോശമല്ല, പക്ഷേ നമുക്ക് ആവശ്യം ചിരിയായിരുന്നു. കുറേ ചിരിക്ക് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ കൊണ്ടുവന്നെങ്കിൽ അത് ഈ പ്രേക്ഷകരായ അല്ലെങ്കിൽ ജഡ്ജസിനൊന്നും അവരുടെ ഉള്ളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് കാണാൻ കഴിയും. പിന്നെ കുറേ കൂടെ ശ്രദ്ധിക്കുക അടുത്ത സ്കിറ്റ് വരുമ്പോൾ. അത്രേ എനിക്ക് പറയാനുള്ളൂ ഇതിനെപ്പറ്റി. താങ്ക് യു സോ മച്ച്. പ്രസാദ് ഏട്ടാ, ഈ പാരലൽ കോളേജിൻ്റെ കാലഘട്ടം ഒന്നാമത് കുറഞ്ഞു. ഇത് ആനുകാലികതയല്ല ഇന്നത്തെ. ഇപ്പം എന്താണ് പാരലൽ കോളേജ് എന്ന് പോലും ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് അറിയില്ല. അത് നമ്പർ 1. ആദ്യം വായിച്ച ഒരു ലീവ് ലെറ്റർ, രണ്ടാമത് വായിച്ച ന്യൂ ജനറേഷൻ ലവ് ലെറ്റർ. അത് രണ്ടുമാണ് ഇതിനകത്ത് എനിക്ക് അല്പം കോമഡി ഫീൽ ചെയ്ത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ഥലമുണ്ട് വീടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ പെൺപിള്ളേർ വീഴൂ എന്നുള്ള ഒരു മെസ്സേജ് ഉണ്ട്. അത് തിരക്കേടില്ല. ഓക്കെ, താങ്ക് യു. നാഷിക,
നല്ല ടീം നമ്മുടെ ഫ്ലോറിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യും. നിങ്ങൾ നല്ല ഒരുപാട് സ്കിറ്റുകൾ ചെയ്തിരിക്കുന്നതിൻ്റെ പേരിൽ. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ നമ്മുടെ മനസ്സിലുള്ളതിൻ്റെ പേരിൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ ഈ കൗമുദി ചാനലിൽ 5 മിനിറ്റ്സ് ഫൺ സ്റ്റാർ കാണുന്ന നിങ്ങളറിയാവുന്ന, നിങ്ങളുടെ ഇതിന് മുമ്പ് കണ്ടിരിക്കുന്ന ഇനങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ പ്രേക്ഷകരും എക്സ്പെക്റ്റ് ചെയ്യും. ആ എക്സ്പെക്റ്റേഷന് ഒപ്പം വരാതിരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഭീകരമായിട്ട് താഴെ പോയ പോലെ തോന്നും. അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചത്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തത്. എനിക്ക് അതിൽ ഈ അനീഷ് പേയാടല്ലേ പിയോൺ ചെയ്ത്, അനീഷ് നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു. സാധാരണ പ്രശാന്തിൻ്റെയും ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഞാൻ നമ്മുടെ ആറന്മുള പ്രശാന്ത് തിരുവല്ലയുടെയും രതീഷിൻ്റെ എല്ലാവരും നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതിൻ്റെ പേരിലാണ് പറഞ്ഞത്. അനീഷിൻ്റെ പ്രസൻറ്റേഷനിലൊരു ലിമിറ്റേഷനും കാര്യങ്ങളും, അതിൻ്റെ ഒരു ഒതുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അലറി വിളിച്ച് പറയേണ്ടതല്ല, അതിന് ടൈമിംഗ് ഉണ്ടായിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം ഇതിൻ്റെ താഴെ പോയാൽ നമ്മൾ ഒന്നുകൂടി നിങ്ങളത് ഭീകരമായിട്ട് ബാധിക്കും. ഓക്കെ, അപ്പോൾ ഒട്ടും വൈകിക്കാതെ നമുക്ക് മാർക്സിലേക്ക് കിടക്കാം. നാഷിക 23 on 30. പ്രസാദ് ഏട്ടാ 23 on 30. കൊച്ചി പ്രേമൻ ചേട്ടാ 22. ജഡ്ജസ് നൽകിയിരിക്കുന്നത് ടോട്ടൽ 68 ആണ്. ഇനി 10ൽ 6 മാർക്ക്, ടോട്ടൽ 74 on 100. സെമി ഫൈനൽസ് ആണെന്നുള്ള ഓർമ്മ വേണം. അടുത്ത് തന്നെ ഫൈനൽസ് വരാൻ പോകാണെന്നുള്ള ഓർമ്മ വേണം. അപ്പോൾ ഇതിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ അടുത്ത സ്കിറ്റിൽ കാണാം. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇന്നത്തെ എപ്പിസോഡിലെ സ്കിറ്റൊക്കെ എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചില്ലേ? നല്ല സന്തോഷമായല്ലേ? ഓക്കെ, നല്ല സുഖമായിട്ട് ചിരിച്ചു പോയി കിടന്നുറങ്ങാം. ഇതിലും മനോഹര ഒരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചുങ്കൻ ജ്വല്ലറി 5 മിനിറ്റ്സ് ഫൺ സ്റ്റാറിൽ എല്ലാവർക്കും ഗുഡ് ബൈ. ചന്ദ്രികയോ രജനീഗന്ധിയോ എന്ത് പറ്റിയത്? എങ്ങനെ തോന്നി എന്റെ അച്ഛനെ കൊണ്ട് വിൽക്കാൻ? ഏതൊരു പൊട്ടക്കണ്ടം കണ്ടാലും 500 രൂപ കിട്ടുക മുതലിന്. ആ സ്ഥാനത്താണ് അളിയെ കൊണ്ടുവന്ന് 300 രൂപയ്ക്ക് വിറ്റേക്കുന്നത്. കോസ്റ്റ്യൂം കർട്സി നാദിർ ഷാ, കിടു, പാളയം, തിരുവനന്തപുരം. കോസ്റ്റ്യൂം കർട്സി KS പ്രസാദ്, കിടു, പാളയം, തിരുവനന്തപുരം.